നമസ്കാരം. കുട്ടികൾക്ക് കുറുമ്പ് കൂടിയാൽ അവരെങ്ങനെ പെരുമാറും, അതെന്തായി തീരുമെന്ന് ഇന്നത്തെ സെഗ്മെന്റിൽ നോക്കാം. കുട്ടികൾ എല്ലാവരും തന്നെ കുറുമ്പരാകണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരും തന്നെ സ്മാർട്ടായിട്ട് വളരണം എന്ന് മാതാപിതാക്കളായ നാം ഏവരും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് അതിര് വിട്ടു പോകുമ്പോൾ, അതിന് കവിയുമ്പോൾ, അതവരുടെ ജീവിതത്തിന്റെ ദിശയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലായി എത്തുമ്പോൾ പിന്നീട് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് കോണ്ടക്ട് ഡിസോർഡർ എന്ന കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് എല്ലാ ക്ലാസ്സിലും ഏകദേശം 3% കുട്ടികൾക്ക് ഇത്തരം കോണ്ടക്ട് ഇഷ്യൂസ് ഉണ്ടാകാം എന്ന് തന്നെയാണ്. അതിന്റെ ചില ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ്: നുണ പറയുക അല്ലെങ്കിൽ കള്ളം പറയുക, വളച്ചൊടിച്ച് കാര്യങ്ങളെ അവതരിപ്പിക്കുക, അക്രമാസക്തരാകുക, അവരുടെ ടോയ്സും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന എല്ലാ ഒബ്ജക്ട്സും തല്ലി പൊട്ടിച്ചു കളയുക, മിക്കവാറും എല്ലാ സാധനങ്ങളും TV ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിപ്പിച്ചു കളയുക, മൃഗങ്ങളെ പോലും ഉപദ്രവിക്കുക, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിയെയും പൂച്ചയെയും ഒക്കെ കല്ലെറിയുക, ഇതിൽ അവരൊരു ഹരം കണ്ടെത്തുക അല്ലെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാകുക, പുറത്തും മറ്റുള്ള കുട്ടികളുമായിട്ട് അക്രമാസക്തരാകുക അല്ലെങ്കിൽ കൂട്ടുകൂടുമ്പോൾ അവർക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇവർ തന്നെ ഒരു ഗ്യാങ് ഉണ്ടാക്കിയെടുക്കുക, ഇവർക്ക് കംഫർട്ട് സോൺ ആയിട്ടിരിക്കുന്ന ചില കുട്ടികളുമായിട്ട് അവർ സൗഹൃദം പരിധിയിലധികം സ്ഥാപിച്ചെടുക്കുക, സ്കൂളിൽ പോകാതിരിക്കുക അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിനിമ കാണാൻ പോവുകയോ മറ്റ് ടൗണിലൊക്കെയും കറങ്ങി നടക്കുക, വീട് വിട്ടു പോകുക, വൈകുന്നേരം വളരെയധികം വൈകി അല്ലെങ്കിൽ രാത്രി വൈകി വീട്ടിൽ തിരിച്ച് കയറി വരിക, ചിലപ്പോൾ മോശമായിട്ട് പെരുമാറുക, സെക്ഷൽ ആക്ടിവിറ്റീസിലൊക്കെയും വളരെയധികം പ്രായത്തിൽ കവിഞ്ഞുള്ള താല്പര്യം കാണിക്കുക, ഇത്തരം സാഹചര്യങ്ങൾ തുടങ്ങി അത് ചിലപ്പോൾ ലഹരി ഉപയോഗത്തിലേക്കും അല്ലെങ്കിൽ മറ്റ് ഗ്യാങ് ആക്ടിവിറ്റീസിലേക്കും അവരെക്കാട്ടിലും പ്രായം കൂടിയ ആളുകളുമായിട്ടൊക്കെയുള്ള ചെങ്ങാത്തം കൂടാനും ഒക്കെയുമുള്ള ഒരു ത്വര ഉണ്ടാകുകയും അങ്ങനെ അവർ പല രീതിയിലുള്ള നിയമക്കുരുക്കുകളിൽ പോയി പെടാനുമുള്ളൊരു സാധ്യതയുണ്ട്. ഏതൊക്കെ കുട്ടികൾക്കാണ് ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കോണ്ടക്ട് ഡിസോർഡർ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതെന്നും കൂടി നമുക്ക് നോക്കാം. വീട്ടിൽ മാതാപിതാക്കളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, നിരന്തരം വഴക്ക് കുട്ടികൾ കാണുന്നതിനും അല്ലെങ്കിൽ അതിലൂടെ ആ ഒരു ജീവിത രീതിയിലൂടെ പോകുന്ന കുട്ടികൾ, അതേപോലെ തന്നെ എന്തെങ്കിലും മാനസിക രോഗമുള്ള മാതാപിതാക്കളുടെ കുട്ടികൾ, ലഹരി ഉപയോഗത്തിന് അടിമയായ മാതാപിതാക്കളുടെ കുട്ടികൾ, വ്യക്തിത്വ വൈകല്യങ്ങളുള്ള മാതാപിതാക്കളുടെ കുട്ടികൾ, അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടി സൂപ്പർവിഷൻ ഒന്നുമില്ലാതെ അമിത ലാളനയും അല്ലെങ്കിൽ അമിതമായിട്ടുള്ള എല്ലാ പ്രിവിലേജസും ലഭിക്കുന്ന കുട്ടികൾ, ഇത്തരം കുട്ടികളൊക്കെയും തന്നെ കോണ്ടക്ട് ഡിസോർഡർ വരാനുള്ള സാധ്യത ഏറെയാണ്. ജനിതകമായിട്ടുള്ള ഘടകമാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഒരു കുട്ടിക്ക് ജീവിതത്തിൽ വളരാൻ കിട്ടുന്ന സാഹചര്യം എങ്ങനെയാണോ അതും ഒരു നിർണായക ഘടകം തന്നെയാണ്. ഇത്തരം പ്രശ്നമുള്ള കുട്ടികളെ നമ്മൾ ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് ചികിത്സിച്ചില്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കും. സ്കൂളിൽ തുടക്കത്തിൽ ബങ്ക് ചെയ്യുന്ന കുട്ടികൾ, നുണ പറഞ്ഞ് പോകാതിരിക്കുന്ന കുട്ടികൾ പിന്നെ ഒട്ടും സ്കൂളിൽ പോകാതെയാകും. അത് തന്നെയല്ല, സ്കൂളിൽ ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ടീച്ചേഴ്സിനോട് തർക്കുത്തരം പറയുക, മാതാപിതാക്കളോട് തർക്കുത്തരം പറയുക, ആർഗ്യുമെന്റേറ്റീവ് ആകുക, അല്ലാതെ തർക്കത്തോടും വാർത്തോടും കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കാനിടയുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗത്തിലേക്ക് വഴുതി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതര കൂട്ടുകളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിയമക്കുരുക്കിലേക്ക് ഇത്തരം കുട്ടികൾ ചെന്നെത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ ചൂഷണം ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ വിരുദ്ധർ ഒരുപാട് പേരുള്ളത് കൊണ്ട് അവര് ആ രീതിയിൽ ആ കുട്ടികളെ അവരുടെ ഒരു ഗ്യാങ്ങിലോ അല്ലെങ്കിൽ അവരുടെ ഒരു റാക്കറ്റിലൊക്കെയും ആക്കി തീർക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കുട്ടികളെ ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെക്കാട്ടിലും ഒക്കെയും ഉപരി ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആകുന്നതിനും മറ്റ് വ്യക്തിത്വ വൈകല്യങ്ങൾക്ക് ഉടമകളാകുന്നതിനും ലഹരി ഉപയോഗത്തിന് അടിമപ്പെടുന്നതിനും ഒക്കെയും ഉള്ളൊരു സാധ്യതയുണ്ട്. മറ്റ് ചില മനോരോഗങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടുവരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ കരുതേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. നന്ദി.